വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 44 വരെ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. 43-ാമത്തെ വാക്യം, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. 44-ാമത്തെ വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. 2-3 കാര്യങ്ങൾ ഇവിടെ സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനമായി നമ്മൾക്ക് നൽകുകയാണ്. 1, ഉണർന്നിരിപ്പിൻ. 2, ഒരുങ്ങിയിരിപ്പിൻ. എന്തിനാണ് ഒരു കൺവെൻഷൻ? വർഷത്തിലൊരിക്കൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കൺവെൻഷൻ പൊടുന്നനെ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രക്രിയയല്ല. ഈ കൺവെൻഷന് വേണ്ടി തീർച്ചയായും ഒരു വർഷത്തെ ഒരുക്കങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, ക്രമീകരണങ്ങളുണ്ട് എന്നത് തള്ളിക്കളയാൻ പാടില്ലാത്ത ഒരു വസ്തുത തന്നെയാണ്. എന്ത് ഒരുക്കമാണ് നമ്മൾ ചെയ്യുന്നത്? എന്ത് ഉണർവോടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ നിർവഹിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജനത്തെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് എന്ന് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പിൻ. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗമുണ്ട്. കർത്താവിൻ്റെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. We are waiting for the second coming of Jesus Christ. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് സഭ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനമാണ് ദൈവജനം. ഈ ഉച്ച കഴിഞ്ഞുള്ള ഈ യോഗത്തിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളെ ഉണർത്തിയിരിക്കുവാൻ കൂടെയാണ് എന്നത് ഓർക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നുമല്ല, യേശു കർത്താവ് 2ാമതും വരുമോ? വരുമോ? വരും എന്ന് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ കർത്താവേ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. അവൻ വരും. അവൻ വരും എങ്കിൽ, ഉറപ്പുണ്ട് എങ്കിൽ, അവൻ്റെ വരവിന് വേണ്ടി നാം ചെയ്യേണ്ട, നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ എന്ത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരും എന്ന് നിങ്ങൾക്കറിയില്ല. എല്ലാം അറിയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അറിവിൻ്റെ വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്, അല്ലേ? മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന അറിവുകൾ അവന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കണ്ടെത്തലുകളാണ്, അറിവുകളാണ്, പുതിയ പുതിയ അറിവുകളാണ്. പഴയ ഒരു തലമുറയ്ക്ക് ഇപ്പോൾ കണ്ടെത്തുന്ന അറിവുകളോടുകൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബന്ധപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ അറിവുകൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങൾ, അതിൻ്റെ ഇടയിലാണ് ചില അറിവുകേടുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാൻ പറ്റും നമ്മൾ എന്നാണ് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്നത് എന്ന് നമുക്ക് നിശ്ചയമുണ്ടോ? നമ്മളുടെ ശരീരത്ത് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തിൻ്റെ തുടിപ്പ്
ഏത് നിമിഷമാണ് അവസാനിക്കുന്നത് എന്ന് പറയുവാൻ നമ്മൾക്ക് കഴിയുന്നില്ല. അതുപോലെയാണ്, അതിനേക്കാൾ അപ്പുറമാണ് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസമാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് സമ്മതിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് നമുക്ക് പറയേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു മർമ്മമുണ്ട്. Lord, I don't know when you are going to arrive. We do not know your second coming, the time, the date, the day. ആ അറിവുകേടിന്റെ മുമ്പിൽ നമ്മൾ സ്വയം പരാജിതരാകുകയല്ല, അറിയുവാനുള്ള മോഹത്തോടു കൂടെയാണ് ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അതിന് നമ്മളുടെ ഭാഗത്തുണ്ടാകേണ്ട ഒരു പ്രക്രിയയുണ്ട്. നമ്മൾ എങ്ങനെ ഇരിക്കണം? ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുക എന്ന ഒരു പ്രതിഭാസം, അതിലേക്ക് ഞാൻ താഴോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് വീണ്ടും ആ വചനത്തിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് ഈ ശുശ്രൂഷ തുടരാം. അതിന് കർത്താവ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ്? കള്ളൻ വരുന്നത് പോലെ. കള്ളൻ വരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന വിധത്തിൽ യേശു കർത്താവിന് വേറെ ഒരു ഉദാഹരണവും ഉപയോഗിക്കാനില്ല. ഒരു കാലഘട്ടത്തിലെ കള്ളന്മാരൊന്നും നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മളെ മോഷ്ടിക്കാൻ വരുന്നത്. ഇന്ന് ഡേറ്റും സമയവും കാര്യങ്ങളൊക്കെ പറയും, ഇന്നടുത്തൊക്കെ കാര്യമൊക്കെ വച്ചേക്കണം, എല്ലാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇന്ന് അവരെ കള്ളൻ എന്ന് പോലും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇന്ന് കള്ളന്മാർ അക്ഷരാർത്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എല്ലാവരും കള്ളന്മാരാ, പിന്നെ ആരായതിനിടയിൽ അല്ലാത്തത്? നമ്മൾ ദിവസവും അറിഞ്ഞും അറിയാതെയും എല്ലാ ആളുകളെയും ഉപയോഗിക്കുന്ന, ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഏത്? ഇവന്മാരെല്ലാം കള്ളന്മാരാ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ അച്ഛന്മാരെ പോലും നിങ്ങൾ അറിയാതെ, അച്ഛന്മാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, തിരുമേനിമാരെ പോലും നിങ്ങൾ അറിയാതെ ഉപയോഗിക്കാവുന്നതെന്നല്ല, ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളെ ചിലപ്പോൾ കേൾക്ക വിളിക്കുന്നു. ഇവന്മാരെല്ലാം നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി, കാരണം ഇത് ലൈവ് ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇതിനൊരു പ്രചാരം കൊടുക്കണ്ട എന്നതുകൂടി ഞാൻ അതിന് പിന്മാറുകയാണ്. ആരെക്കുറിച്ചും നമ്മൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പില്ല. കാരണം കള്ളൻ എന്ന ഒരു പേര് ഒരു വ്യക്തിക്ക് നൽകുന്ന പേരല്ല, ഒരു പ്രത്യേക സ്വഭാവ വിശേഷമുള്ള ഒരു സമൂഹത്തിന് നൽകുന്ന പേരാണ്. അതിൽ ചിലർ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇന്ന് കള്ളൻ എന്ന നിർവചനത്തിന്റെ കീഴിൽ ആരെയൊക്കെ ഉൾപ്പെടുത്താം എന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെയും ഇതിൽ ചേർത്ത് വിളിക്കാവുന്ന ഒരു പേരാണ്. കർത്താവ് അത്രയും വിചാരിച്ചോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതായാലും യേശു ഉപമിച്ചത് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ്റെ വീട് തുറക്കുവാൻ അവൻ സമ്മതിക്കുകയില്ലായിരുന്നു എന്ന് കർത്താവിൻ്റെ കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് കള്ളൻ വരുന്ന സമയവും അറിയാം, അവൻ തുറക്കാൻ വരുന്ന സമയവും അറിയാം. അതെല്ലാം നമുക്ക് നിശ്ചയമാണ്. മീശമാധവൻ എന്ന ഒരു സിനിമ കാണാത്ത ആരും ഇന്നിവിടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും കാണാതിരിക്കുന്നുവെങ്കിൽ അത് പോയി കാണണം എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ മീശമാധവൻ എന്ന ആ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ദിലീപാണ്. അവനൊരു കള്ളനായി ആണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, മാധവൻ മീശ പിരിച്ചാൽ അന്ന് മോഷണം ഉറപ്പ്. ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അത് ചിലരൊക്കെ ചിലത് ചെയ്യാൻ തുടങ്ങുമ്പോൾ അടയാളപ്പെടുത്തലുകളുണ്ട്. അങ്ങനെ മീശമാധവൻ എന്ന കഥാപാത്രത്തിലൂടെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അവൻ പറയുന്നു, മാധവൻ മോഷ്ടിക്കാനായി ജനിച്ചവനല്ല, പക്ഷേ മാധവൻ അത് ചെയ്യേണ്ടി വന്നു എന്നതാണ്. ഈ ലോകത്തിൽ ആരും കള്ളനായി ജനിക്കുന്നില്ല. ഒരു കള്ളന്റെ മകൻ പോലും കള്ളനാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. കള്ളന്റെ മക്കളും നല്ലവരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പയ്യന്നൂരിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പേരെന്ന് പറയുന്ന പേര് കോത്തായമുക്കെന്നാണ്. ഞങ്ങളുടെയൊക്കെ നാട് മധ്യ തിരുവിതാംകൂറിലുള്ള ആളുകളൊക്കെ പറയും, ചിലരെ വിളിച്ച് ചോദിക്കും, നീ ഏത് ഈ നാട്ടുകാരനാണ് എന്ന് ചോദിക്കും. ഞാൻ പറയുന്നില്ല, കാരണം
ആ നാട്ടിലുള്ളവരാരെങ്കിലും ഇവിടെങ്ങാനും ഉണ്ടെങ്കിൽ എന്നെ മടങ്ങിപ്പോക്ക് നടക്കുകയില്ല എന്നതുകൊണ്ട്. അതുകൊണ്ട് നീ ഏത് നാട്ടുകാരനാണ്? ഞാൻ ആ കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ബധിരന്മാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നടക്കുന്ന കാസർഗോഡുള്ള മാർത്തോമാ സഭയുടെ ബധിര വിദ്യാലയത്തിലെ മാനേജരായിരുന്നു. ഞാനൊരു ബധിരനായതുകൊണ്ടല്ല എന്നെ സഭ അവിടെ നിയോഗിച്ചത്. ഈ ബധിരനാക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ അവിടെ പോയി കുറച്ച് നാൾ പ്രവർത്തിക്കേണ്ടതായി വന്നു. അപ്പോൾ അതിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ, ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കണ്ടക്ടർ പറയും, കോത്തായി മുക്കായി കോത്തായത്തുകാരെല്ലാം ഇറങ്ങാൻ പറയും. അപ്പം ഞാൻ എൻ്റെ മധ്യ തിരുവിതാംകൂർ ഭാഷയിൽ പെട്ടെന്ന് ചിന്തിക്കും, ഇവൻ ആരെ ഉദ്ദേശിച്ചതാണ് എന്നറിയത്തില്ല. അപ്പോൾ ചിലരൊക്കെ ഇറങ്ങും. അപ്പം ഞാൻ വിചാരിക്കും, ഇവന്മാരെല്ലാം ആ കാറ്റഗറിയിൽപ്പെട്ടവരാണോ? അന്വേഷിച്ചു. എനിക്ക് ആ പേര് വളരെയധികം അത്ഭുതമായി തോന്നി. അന്വേഷിച്ചു വന്നപ്പോൾ ഒരു കഥ ചുരുളഴിഞ്ഞു വന്നു. അതിൽ പറയുകയാണ്, ഈ കോത്തായം എന്ന് പറയുന്നത് സ്ഥലപ്പേരായിരുന്നില്ല. കോത്തായം എന്ന് പറയുന്ന ഒരു കള്ളന്റെ പേരായിരുന്നു. അവൻ എല്ലാ ദിവസങ്ങളിലും ഈ ധനാഢ്യരായ ആളുകളുടെ ഭവനങ്ങൾ ഭേദിച്ച് പണം സമാഹരിച്ച് ഇവിടെയുള്ള ഒരു മാടക്കടയിൽ വന്നിരിക്കും. അവിടെ വരുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് അവൻ മോഷ്ടിച്ച പണം വീതിച്ചു കൊടുക്കും. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു. അവൻ മരിച്ചപ്പോൾ അവൻ്റെ സഹായം ലഭിച്ച ആളുകൾ എല്ലാവരും കൂടെ ചേർത്ത് ആ മുക്കിനൊരു പേര് കൊടുത്തതാണ് കോത്തായ മുക്ക്. ചില കഥകളുടെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ ആ ചുരുളഴിച്ചെടുക്കുക എന്ന് പറയും. നല്ലവരുടെയൊക്കെ കഥകൾ അത് ചുരുളഴിച്ചെടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മോശപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളുകളുടെ കഥകൾ ചുരുളഴിക്കുവാൻ നമ്മൾക്ക് താല്പര്യമില്ല. കാരണം അത് അഴിഞ്ഞഴിഞ്ഞ് പുറകിലോട്ട് പോകുമ്പോൾ മോശപ്പെട്ട കാലമാണ് വരുന്നത്. ഇപ്പോൾ നിൽക്കുമ്പോൾ നല്ല തെളിഞ്ഞ് ഉന്നത സ്ഥാനത്ത് ഉയർന്ന പദവിയിൽ ഉയർന്ന സാഹചര്യങ്ങൾ ജീവിക്കുന്നവന്റെ ജീവിതത്തിന്റെ ചുരുളുകൾ അടിച്ച് പുറകിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ മോശപ്പെട്ട ഒരു കാലമുണ്ടായിരിക്കും. കള്ളൻ എന്നൊരു പദത്തിൽ പിടിച്ചാണ് ഞാനിപ്പോൾ പോകുന്നത്. യേശു കർത്താവ് ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ഞാനും സംശയിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, അവൻ വരുന്ന യാമം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങില്ല. കാരണം എന്താണ്? നിങ്ങളുടെ വീട് തുറക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് യേശു പറഞ്ഞ ഒരു സന്ദർഭം ഇതാണ്, നനച്ചിരിക്കാത്ത നാഴികയിൽ അവൻ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നിരിപ്പിന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഒരുങ്ങിയിരിപ്പിൻ എന്നാണ്. ബി പ്രിപ്പയർഡ്. ഈ കാലത്തെ നിരീക്ഷിക്കണം നമ്മൾ. ഈ കാലഘട്ടത്തെ, നാളുകളെ നിരീക്ഷിക്കണം. എന്താണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? ചുറ്റുപാടുകളിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആരാധിക്കുന്ന നമ്മളുടെ സഭകളിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു? അത് പോട്ടെ, എൻ്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഉച്ചകഴിഞ്ഞ സമയത്തെ ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളുടെ ചിന്തയാണ് ഞാനിവിടെ ഊന്നൽ നൽകി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അറിയാത്തത് കൊണ്ട് അറിയാൻ വേണ്ടിയുള്ള ഉണർവ് നമുക്കുണ്ടാകണം. എനിക്ക് എല്ലാം അറിയാം എന്നുണ്ടെങ്കിൽ ഒരു ഷട്ട് ഡൗൺ ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നത്. അടച്ചു, ഷട്ടറിട്ടു, ഇനി ഒന്നും കേൾക്കണ്ട. എന്തിനാണ് ഈ കൺവെൻഷൻ? എൻ്റെ ധാരണയനുസരിച്ച് മനസ്സിലാക്കുന്നത്, ദൈവവചനം ഇതുവരെയും കേൾക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് കേൾക്കാനായിട്ടിരിക്കുക. അങ്ങനെ ഞാൻ പറയാം, റൂൾ ഔട്ട് ചെയ്യാം. 42ാമത്തെ വർഷമാണിത്. ഈ സുവിശേഷ പ്രവർത്തനം ഈ മണ്ണിൽ തുടങ്ങിയിട്ട് ഇന്ന് 42 വർഷം പിന്നിട്ടിരിക്കുന്നു. 42 വർഷവും ദൈവവചനം കേട്ട ഒരു സമൂഹമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ ധരിക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്നതും അങ്ങനെയുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ട് പുതിയതായി വചനം കേൾക്കുവാൻ വന്നവരല്ല നാം. പിന്നെന്താണ്? കേൾക്കാതെ പോയ വചനത്തെക്കുറിച്ച് കേൾക്കാനല്ല, കേട്ട വചനത്തെ അപഗ്രഥിക്കുവാനുള്ള സമയമാണ്. കേട്ട വചനത്തെ അപഗ്രഥിക്കുവാനുള്ള സമയമാണ്. അപഗ്രഥിക്കുക എന്നൊരു പദം ഞാനിപ്പോൾ ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കേട്ടതൊക്കെ, കഴിച്ചതൊക്കെ, തിന്നതൊക്കെ,
ചെയ്തതൊക്കെ, ചിന്തിച്ചതൊക്കെ, പറഞ്ഞതൊക്കെ അപഗ്രഥിക്കുന്ന സന്ദർഭത്തിലാണ് നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ദാവീദ് മനോഹരമായ ഒരു സങ്കീർത്തനം എഴുതിയത് ഏതാണ്? 23-ാം സങ്കീർത്തനം അല്ലേ? ആ സങ്കീർത്തനം നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാ തുടക്കം ഇങ്ങനെയാണ്: യഹോവ എൻ്റെ നിങ്ങളോട് പറഞ്ഞ് ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അടുത്ത വരി: പച്ചയായ പുൽപ്പുറങ്ങളിൽ, ശ്രദ്ധിച്ചു പറയണം, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, എന്നെ കിടത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പച്ചയായ പുല്ലിന്റെ പുറത്ത് ആടുകളെ കിടത്തുന്നവനാണോ നല്ല ഇടയൻ, അതോ അഴിച്ചുവിടുന്നവനാണോ നല്ല ഇടയൻ? പുല്ല് തിന്നാൻ, യഥേഷ്ടം പുല്ല് തിന്നാൻ അനുവദിക്കുന്നവനാണോ നല്ല ഇടയൻ? അങ്ങനെയാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയാ, പച്ചപ്പുല്ലിന്റെ പുറത്ത് ഇടയൻ പറയാണ് കിടക്കട അവിടെ എന്ന് പറഞ്ഞു. തിന്നാനുള്ള എല്ലാ പച്ചപ്പും എന്റെ ചുറ്റിൽ പച്ച പിടിച്ചു നിൽക്കുമ്പോൾ ഓടി നടന്ന് പച്ചപ്പുല്ല് യഥേഷ്ടം ഇഷ്ടമുള്ളത് കടിച്ചു പോകേണ്ട ആടിനോട് പറയുക കിടക്കവിടെ. എന്നിട്ട് ആ ഇടയനെ ഞാൻ വിളിക്കുകയാണോ? യു ആർ ദി ഗുഡ് ഷെപ്പേർഡ്. നീ നല്ല ഇടയൻ. നമുക്കെന്താ മുൻപോട്ട് പോകണം. ആടിന്, മൃഗങ്ങൾക്ക്, എല്ലാ മൃഗങ്ങൾക്കും ഇല്ല, ചില മൃഗങ്ങൾക്ക് അവരാഹരിക്കുന്ന ഭക്ഷണം ആദ്യം ഇതെങ്ങോട്ട് പോകുക? ഈ കഴിക്കുന്നൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ചിലരുടെ ശരീരത്തിൽ കാണാം, ചിലർ കഴിക്കുന്നതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തു പോലും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകും. ഏതായിരുന്നാലും ഈ മൃഗങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണം പുല്ല് അതിവേഗത്തിലാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ചില മനുഷ്യരുമുണ്ട് കേട്ടോ. കാരണം ഇത് തീർന്നു പോകുമോ എന്നുള്ളതല്ല, അടുത്തിരിക്കുന്നവൻ്റെയും കൂടെ അടിച്ചു മാറ്റും. കല്യാണ സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം, 8 പേർക്കുള്ള ചിക്കൻ കബാബ് അവിടെ അവൻ എണ്ണിപ്പറക്കി വെച്ചിരിക്കുകയാണ് കേറ്ററിംഗുകാരൻ. ഇതിനിടെ കൂടെ ഷട്ടർ പൊക്കി നുഴഞ്ഞ് അതിനകത്ത് കയറി 8 പേർക്ക് വെച്ചിരിക്കുന്ന കബാബ് അവൻ വരുന്നതിന് മുമ്പേ 4 എണ്ണം അടിച്ചിട്ട് എമ്പക്കം വിട്ടിട്ട് അവൻ ഇരിക്കുക. അടുത്ത 4 എണ്ണം കൂടെ നോക്കി. ഇങ്ങനെ ഇരിക്കുന്നവന് എവിടെ ദഹിക്കും? ഇല്ലേ? ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള കാര്യമാണ്. ഇവിടെ അതൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ഞാൻ അർത്ഥം ഇതാണ്: മൃഗങ്ങൾ ഈ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ എത്തിയിട്ട് അവർക്ക് ഇത് തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് ചവച്ചരച്ച് അത് ദഹിപ്പിച്ചെടുക്കാൻ എന്തു വേണം? സമയം വേണം. ആ സമയത്തിന് എന്തു വേണം? ഒരു കിടപ്പ് വേണം. നമ്മൾ ഉച്ചയ്ക്ക് കിടക്കുന്നത് ഈ കഴിച്ചത് തിരിച്ചു കൊണ്ടുവന്ന് ചവച്ചരച്ചിറക്കാനല്ല, കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് നമ്മൾ കിടക്കുന്നത്. എന്തിനാ? ആ ക്ഷീണം മാറിക്കഴിഞ്ഞേച്ച് വേണം അടുത്തത് വെട്ടിപ്പിടിക്കാൻ. അപ്പോൾ ഈ വിധത്തിൽ ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. പച്ചയായ പുല്ലിന്റെ പുറത്ത് കിടകൻ എന്നെ കിടത്തുന്നതിന്റെ അർത്ഥം, നീ കഴിച്ച ആഹാരം ഭക്ഷിച്ച് വീണ്ടും അത് ഡൈജസ്റ്റ് ആകുമ്പോൾ നീ പുല്ല് തേടി ഇനിയും മറ്റൊരിടത്ത് പോകേണ്ട കാര്യമില്ല. നിന്റെ ഇടയൻ നിന്നെ ആ പുല്ലിന്റെ പുറത്ത് തന്നെയാണ് കിടത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും അവൻ നല്ലവനായി തീരുന്നത് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്. ആപേക്ഷികമായ ഒരു അഭിസംബോധനയല്ല ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്നത്. നല്ലവൻ എന്ന് യേശു കർത്താവിനെ ഒരിക്കൽ ധനികനായ ഒരു യൗവനക്കാരൻ വിളിച്ചു, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ലത് ഗുഡ്നസ് എന്ന് പറയുന്നത് അവന്റെ പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കിയാണ് ഈ ഇടയൻ ഈ ആടുകളെ അവിടെ കിടത്തിയിരിക്കുന്നുവെന്നാണ്. ഒരിക്കൽ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. അയവെട്ടുന്ന ഒരു മൃഗത്തിൻ്റെ പേരെഴുതാൻ പറഞ്ഞു. ഒരുത്തൻ എഴുതി വെച്ചു എലി. എലി എന്ന്, അയവെട്ടുന്ന മൃഗത്തിൻ്റെ പേര്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അയ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങനെയല്ലേ പറയുന്നത്, അത് വെട്ടുന്ന ഒരു സാധനമുണ്ട്. അത് മുറിച്ച് കളയുന്ന സാധനത്തെ അവൻ ഓർമ്മ വന്നല്ല, അയവറക്കുന്ന സാധനത്തെക്കുറിച്ചല്ല. അങ്ങനെയുള്ള ആളുകൾ പഠിച്ച് വളർന്ന ഒരു നാടുകൂടിയാണ് കേരളം, അല്ലേ? ഇത്രയും വിധത്തിൽ നല്ല പഠിച്ച് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. താഴോട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ കിടത്തുന്നു, അവൻ നടത്തുന്നു, പിന്നെ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു.
ഇപ്പം നിങ്ങളുടെ ഏറെക്കുറെ കുറച്ച് പേരുടെ പ്രാണൻ തണുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പച്ചപ്പുല്ലിലെ കിടപ്പും അതെല്ലാം കഴിഞ്ഞ് പ്രാണൻ തണുത്ത് വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൂരെ ഇത് ഇരുന്ന് ലൈവ് കാണുന്നവർക്ക് ഒരു പക്ഷേ അവരും കാണുന്നുണ്ട്. അവിടുന്ന് സുവിശേഷം കേൾക്കാൻ പറഞ്ഞു വിട്ടതാ. അവിടെ ഇരുന്ന് ദാണ്ട് ഉച്ച കഴിഞ്ഞ് പ്രാണനെ തണുപ്പിക്കുന്ന വചനവും കൂടെ കേട്ടപ്പോൾ സുഖം. ആകട്ടെ, നിങ്ങളെ ഒന്ന് ഉണർത്താൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളൂ. വന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, സങ്കീർത്തനത്തിന്റെ ആദ്യ വരികളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പച്ചയായ പുൽപ്പറങ്ങളിൽ ആരാ? എന്നോട് ചേർന്ന് പറ, ആരാ? നീയാണോ അവനാണോ? അവൻ അവൻ അവൻ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ജീവിതത്തിന്റെ ശൈലിയും ജീവിതത്തിന്റെ സാഹചര്യം എന്നും ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരൊറ്റ മാറ്റം. കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. അവൻ എന്നോട് കൂടെ നാണോ അതോ നീ എന്നോട് കൂടെ നാണോ പറയുന്നത്? എന്താണ്? എന്നോട് ചേർന്നത് പറഞ്ഞാട്ട്. Thou art with me, O Lord. When I pass through the valley of darkness or valley of death, I will not fear, because thou, you are with me എന്നാണ്. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ജീവിതത്തിന്റെ ഇരുളേറിയ, കഠിനമായ, പ്രയാസമേറിയ, വേദനയേറിയ, സങ്കടകരമായ, വിഷമകരമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഭയപ്പെടാതിരിക്കുവാൻ കാരണം എൻ്റെ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ അവനായിരുന്ന ദൈവം എൻ്റെ ദുഃഖവേളയിൽ നീ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊരു സ്തോത്രമൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. അന്നേരം കൈപ്പൊക്കിക്കോണം, പറഞ്ഞോണം. നാളത്തേക്ക് മാറ്റി വെക്കരുത്. വൈകിട്ട് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചാരും വെച്ചുകൊണ്ടിരിക്കരുത്. തോന്നിയാൽ അപ്പോഴേ പറഞ്ഞേക്കണം. പറയാനുള്ള കാര്യം അപ്പോഴേ പറഞ്ഞോണം, അല്ലേ? ചെയ്യാനുള്ള കാര്യവും അപ്പോഴേ ചെയ്യുക. ആകട്ടെ, നമുക്ക് മുൻപോട്ട് വരാം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ വളരെ ലൈവായി കാര്യങ്ങളൊക്കെയാണ്. ഇത് ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. ഇവിടെ നടക്കുന്നത് ഇതേ നിമിഷത്തിൽ തന്നെ ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ 5 മണിക്കൂർ മുന്നോട്ട് കൂട്ടി നോക്കിയാൽ മതി. അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന 3:30 എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ നേരം 3:30, 4, 1, 5 വെളുപ്പാങ്കാലം 5 മണിയായി. അവരൊന്ന് ഉണർന്നെഴുന്നേറ്റ് നോക്കിയാൽ ഇവിടെ നടക്കുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയിരിക്കുന്നു. ഒരു ചെറിയ ചലനം പോലും ലോകത്തിൽ എല്ലാവരും അറിയും. ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അത്യന്താധുനിക അറിവിന്റെ വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിൽ ജനിക്കുവാനും വളരുവാനും ജീവിക്കുവാനും ഭാഗ്യം കിട്ടിയ ഒരു തലമുറയാണ് നമ്മൾ. എന്തെല്ലാം നമ്മൾ കണ്ടു, എന്തെല്ലാം അനുഭവിച്ചു, എന്തിനെല്ലാം സാക്ഷ്യം വഹിച്ചു. പക്ഷേ നമ്മൾ ഇതുവരെ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇതുവരെ പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. നമ്മൾ വിചാരിച്ചു കോവിഡ് വന്നു, മര്യാദ പഠിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഈ കോവിഡ് കാലത്ത് കോട്ടയത്ത് ജെറുസലേം ഇടവകയിലെ വികാരിയായിരുന്നു. അന്ന് ഒരു ദിവസം സായാഹ്ന വേളയിൽ പുറത്തെങ്ങും പാനൊക്കത്തില്ലല്ലോ. പള്ളിയുടെ കോമ്പൗണ്ടിലൂടെ ഞാൻ നടന്നു. മൊബൈലുണ്ട്. അന്ന് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഏക ആയുധം മൊബൈലാണ്. പണ്ട് പിള്ളേരെ വടികൊണ്ട് അടിച്ച് തുടരുതെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിൽ 2 വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും അങ്ങനെ 2 വെച്ച് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, അല്ലേ? ആരും വഴക്ക് പറയത്തില്ല. അങ്ങനെ മൊബൈലും പിടിച്ച് നടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ മുറ്റത്തൊരു കണിക്കൊന്നയുണ്ട്. അത് പൂത്തെളിഞ്ഞ് നിൽക്കുന്ന സന്ദർഭമാണ്. അതിൽ നിന്ന് പൂവുകളെല്ലാം താഴെ വീണു. അപ്പോൾ എൻ്റെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത പക്ഷികളെ ഞാൻ അവിടെ കണ്ടു. ഇതൊക്കെ എവിടുന്ന് വന്നു എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, മനോഹരമായിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളായ നിറങ്ങളും വലുപ്പവും ചെറുപ്പവുമുള്ള പക്ഷികൾ. അവർ വളരെ തിരക്കിലാണ്. ഈ കണിക്കൊന്നയിൽ നിന്ന് വീഴുന്ന പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ വിത്ത് അവർ കഴിക്കുകയാണ്. ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നു. ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അതിന് മുന്നിൽ കൂടെ നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പാദസ്പർശനം, എൻ്റെ സാന്നിധ്യം
ഈ കിളികളെയെല്ലാം പറന്ന് പോകാൻ ഇടയാകും. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ കിളി പോകുന്ന ലക്ഷണമില്ല. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, പേടിയൊന്നുമില്ലേ? അപ്പോൾ ഒരു കിളി പറഞ്ഞു, ഈ പണി നോക്കാൻ പറഞ്ഞു. പേടിക്കേണ്ട നിങ്ങളാ, ഞങ്ങളുടെ കാലത്തിപ്പോൾ, ഞങ്ങളുടെ കാലമാണിതിപ്പോൾ, ഇത് നിങ്ങളുടെ കാലം കഴിഞ്ഞു. കോവിഡിൻ്റെ കാലത്ത് ഞാൻ പെട്ടെന്ന് തോന്നി, ശരിയാ, ഈ കിളി വർത്തമാനം പറയാൻ തുടങ്ങിയല്ലോ. ഞാൻ ഉടനെ ഈ മൊബൈൽ ഓപ്പൺ ചെയ്തു. നിങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലേ? കിളി വർത്തമാനം പറയും, പലതും പറയും. നമ്മുടെ വീട്ടിലെ പല ഐറ്റംസും നമ്മളോട് വർത്തമാനം പറയും. അതിലോട്ട് ഇപ്പോൾ ഞാൻ സമയം അധികം എടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മൊബൈൽ തുറന്നു. ഞാനും ഈ കിളികളും കൂടെ ഒരു സംഭാഷണത്തിലേക്ക് പ്രവേശിച്ചു. കിളികൾ പറയുകയാണ്, ഭയമുണ്ടായിരുന്നു ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ, അതിപ്പോൾ മാറി. ഇപ്പോൾ നിങ്ങളാണ് ഭയമുള്ളവർ. എനിക്ക് ചിന്തകളിലേക്ക് എൻ്റെ ചിന്തകൾ ഉണർന്നു വരികയാണ്. ഇത് മുഴുവൻ ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ മൊബൈലിലാക്കി ഞാനൊന്ന് കേട്ടു. ഞാനും കിളിയും കൂടെ സംസാരിക്കുന്ന ആ ഡയലോഗ്. ഇടവക ജനങ്ങളെല്ലാം വെറുതെ ചക്കയൊക്കെ തിന്ന് വീട്ടിലിരിക്കുന്ന സമയം. അന്ന് ചക്കയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടവക ജനങ്ങൾക്കിത് അങ്ങോട്ട് വിട്ടുകൊടുത്തു, കേട്ടോളാൻ പറഞ്ഞു. ഒറ്റ 2-3 മണിക്കൂർ, 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ന്യൂസിലൻഡിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കുന്നു, ഓസ്ട്രേലിയയിൽ നിന്ന് ആളുകൾ എന്നെ വിളിക്കുന്നു. പറഞ്ഞു, അച്ഛൻ, ബ്യൂട്ടിഫുൾ, പ്രകൃതി, ജീവജാലങ്ങൾ നമ്മളോട് സംവദിക്കുകയാണ്. ഇനി അവരുടെ കാലമാണ്, അവരുടെ വീണ്ടെടുപ്പിൻ്റെ കാലമാണ്, അവരുടെ ശുദ്ധീകരണത്തെ കാലമാണ്, അവരുടെ ഉയർപ്പിൻ്റെ കാലമാണ്, അവരുടെ ജീവിതത്തിനൊരു പുതിയ ദിശാബോധം കിട്ടിയ കാലമാണ്. അവർക്ക് നമ്മളെ പേടിയില്ല. നമ്മളെ പേടിച്ച് ജീവിച്ച കാലം മാറിയിരിക്കുന്നു എന്നതാണ്. അറിവിന്റെ വിസ്ഫോടനത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ജീവിക്കുവാൻ ലഭിച്ച പദവിയും ഭാഗ്യവും, പക്ഷെ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് നമുക്ക് പലതും ഇന്നും അറിയില്ല. ഐ ഡോണ്ട് നോ, അറിയില്ല കർത്താവേ എന്ന് പറയുവാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് അവസാന നിമിഷവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു സാന്നിധ്യം. കർത്താവിനോടൊപ്പം ശിഷ്യന്മാരിരുന്നപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ നെഞ്ചോട് തല ചായ്ച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവേ, അവനെന്ത് സംഭവിക്കും? എനിക്ക് ആ ചോദ്യത്തിലല്ല എൻ്റെ ചിന്ത, ആ ആക്ഷനിലാണ്. കർത്താവിൻ്റെ ഈ നെഞ്ചിൽ അവൻ്റെ തല ചായ്ച്ചു എന്നാണ് പറയുന്നത്. എന്താണ് നെഞ്ചും തലയും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം. നെഞ്ച്, നമ്മളുടെ ഈ നെഞ്ച്, ഇതിനുള്ളിലിരിക്കുന്ന ഒരു സാധനം, എന്താണത്? ഹൃദയം, ഹാർട്ട്. ഹൃദയം എന്തിൻ്റെ ഉറവിടമാണ്? നമ്മൾ പറയും ഹൃദയം എന്തിൻ്റെ ഉറവിടമാണ്? സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. അതുകൊണ്ടാണല്ലോ വിവാഹ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്റ്റേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ഹൃദയത്തിൻ്റെ അകത്തുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് ഒരു അമ്പ് കയറി മറ്റേ ഹൃദയത്തിനകത്തൂടെ ഇറങ്ങിപ്പോകുന്ന ചിത്രം വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ഹൃദയത്തെ, അതായത് സ്നേഹം അമ്പ് പോലെ ഹൃദയങ്ങളെ ഭേദിച്ചു പോകുന്നതാണ്. അങ്ങനെയാ ഹാർട്ട് എന്ന് പറയുന്നത് ദി സോഴ്സ് ഓഫ് ലവ്. നോക്കിയോണം, നമ്മൾ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന സകല വിചാരങ്ങളും എവിടെ നിന്ന് വരുന്നു എന്നാ? ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നാ. ഹൃദയം ഒരിക്കലും വിചാരിക്കുന്ന സ്ഥലമല്ല. പിന്നെ എവിടുന്നാ വിചാരമൊക്കെ? എവിടെയാ വരുന്നത്? തലയിൽ നിന്നാണ്. സെറിബെല്ലം അല്ലേ? നമ്മുടെ തലയിലാണ്, തലച്ചോറിലാണ് വിചാരങ്ങളൊക്കെ ഇരിക്കുന്നത്. യോഹന്നാൻ യേശുവിന്റെ നെഞ്ചിൽ തല ചായ്ച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ബുദ്ധിയും എന്റെ യുക്തിയും നിന്റെ സ്നേഹത്തിന്റെ കീഴിൽ ഇത് അടിയറ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വാട്ട് വിൽ ഹാപ്പൻ ടു ഹിം? എനിക്കറിയില്ല കർത്താവേ, പലതും എനിക്കിതുവരെ അറിയാമെന്ന് ഞാൻ കരുതിയത് പലതും എനിക്കറിയില്ല എന്ന് സമ്മതിക്കുന്ന നിമിഷങ്ങളാണ്. അറിവുകേടുകൾ നമ്മുടെ കൂടപ്പറപ്പ്, വിവരക്കേട് പോലെ തന്നെ അല്ലേ? നമുക്കെന്തെങ്കിലുമൊക്കെ അറിയാം. ലോകത്തിൽ ഏത് കാര്യം ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരു സമൂഹമാണ് ഏത്? ഉറങ്ങിപ്പോ എല്ലാവരും. ഏത് ചോദ്യം ലോകത്ത് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം പറയുന്നവന്റെ പേരാണ് മല്ലൂസ് എന്ന് നമ്മൾ വിളിക്കുന്ന മലയാളി സമൂഹം. ഏത് കാര്യം ചോദിച്ചോ, ഇപ്പോൾ ഈ ആകാശത്ത് നിന്ന് ഈ എയർപ്ലെയിൻ താഴെ പോയതിൻ്റെ കാരണം ചോദിച്ചാൽ നമ്മുടെ ഒരു അച്ഛനോട് ചോദിച്ചാൽ മതി, പുള്ളി കൃത്യമായിട്ട് അത് പറഞ്ഞു തരും മറുപടി, അതെങ്ങനെ താഴെ വീണെന്നുള്ളത്. അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ഇയാൾ തോക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ
നമ്മുടെ ഏതെങ്കിലും ഒരു അച്ചായനോട് ചോദിച്ചാൽ മതി, പുള്ളി പറഞ്ഞു തരും അയാൾ തോക്കാൻ കാരണം വോട്ട് കുറഞ്ഞു പോയെന്ന്. അതാക്കാൻ അറിയാൻ വയ്യാത്ത അല്ലേ? ഇതുപോലെ ഏത് വിഷയങ്ങളും സഭയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒറ്റക്കെട്ടായി പറയും ഈ തിരുമേനിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയും. ഇന്ന് സഭയ്ക്ക് പോകുന്ന അപജയത്തിന്റെ മുഴുവൻ തകരാർ എന്തെന്ന് ചോദിച്ചാൽ പറയും എന്നെ പോലെ വേഷമിട്ട പട്ടക്കാരുടെ ജീവിതമില്ലായ്മ കൊണ്ടാണെന്ന് നിങ്ങൾ പറയും. അല്ലേ? നമുക്ക് പറയാൻ എന്തെല്ലാം ഉണ്ട്, മറുപടി പറയാനുണ്ട്. പക്ഷേ ഇവിടെ ഇതാ യേശു കർത്താവ് പറയാ, എല്ലാറ്റിനും നമുക്ക് അറിവില്ല, നിനക്കറിയില്ല, അത് സമ്മതിക്കണം. അങ്ങനെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് പറയുകയാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, ഉണർന്നിരിക്കുക. നമ്മൾ പറയും, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചതുപോലെ യേശു കർത്താവ് വരും, നിശ്ചയം. പക്ഷെ ഒരു കാര്യം നമുക്കിന്ന് നിശ്ചയമില്ല. എന്നു മുതൽ പറയാൻ തുടങ്ങിയതാണ്, 2025 വർഷമായി അവൻ വരും 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 എന്ന് മുഴുങ്ങിക്കേട്ട ദൈവവചനത്തിന് എന്തുകൊണ്ട് അവൻ ഇതുവരെയും വന്നില്ല എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അവിടെയാണ് യേശു പറഞ്ഞു, നിനക്കറിയില്ല ആ കാര്യം. മനോഹരമായ ഒരു കൺവെൻഷൻ പാട്ടുണ്ട്. ആ പാട്ടറിയാവുന്നവരോടൊപ്പം നിങ്ങൾ ചേർന്ന് പാടണം. അവൻ വരുന്ന നാളിൽ എൻ്റെ കാരം പിടിച്ചു തൻ്റെ മാടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കാരം പിടിച്ചു തൻ്റെ മാറോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കാർത്തനുമായി ആർത്തു ഘോഷിക്കും ആ സമൂഹമതിൽ അന്നു കാർത്തനും. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. അവൻ വരുന്ന നാളിൽ അവൻ്റെയോടൊപ്പം അവന്റെ കരം പിടിച്ച് ആ സമൂഹത്തിൽ കാണുമെന്ന് ഉറപ്പുള്ള വിശ്വാസികൾ ഈ പന്തലിന്റെ കീഴിലുണ്ടെങ്കിൽ കൈയുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ വരും, ഉറപ്പുള്ളവരാണ്. എല്ലാ ഞായറാഴ്ചയും ആരാധന മധ്യേ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം, നിഖ്യ വിശ്വാസ പ്രമാണം രൂപപ്പെട്ടിട്ട് ഇന്നേക്ക് 1700 വർഷങ്ങൾ പിന്നിടുകയാണ്. അന്ന് രൂപപ്പെടുത്തിയതാണിത്. സ്വർഗത്തിലെ ദൈവം അവൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് ഒരിക്കൽ അയച്ചുവെങ്കിൽ അവന്റെ പുത്രന്റെ രണ്ടാം വരവ് നിശ്ചയിക്കുന്നവനും അവൻ തന്നെയാണ്. അത് നിശ്ചയിക്കുവാൻ ഈ ലോകത്തിലെ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. എന്നാൽ അവൻ വരുന്നത് വരെ ഈ സഭ എങ്ങനെ ഇരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്. നിങ്ങൾ ഉണർവോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉണർവോടെ ഇരിക്കണം. നമ്മൾ 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, 25-ാം അധ്യായത്തിന്റെ മത്തായി 25-ന്റെ 10 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 10 കന്യകമാരുടെ ഉപമ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഥയറിയാം, അതിൽ വിശദീകരിക്കുന്നില്ല ഞാൻ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയിൽ പ്രവേശിച്ചു. അവിടെ ഒരു പദം ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് പദമാണ്? ഒരുങ്ങിയിരുന്നവർ എന്നാണ്. ഒരുങ്ങിയിരുന്നവർ ആര്? എന്തിനാണ് ഒരുക്കം? ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ ലോകം മുഴുവൻ തൻ്റെ പര്യടനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷനായി. വിവേകാനന്ദൻ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. പക്ഷേ അന്നത്തെ മാധ്യമ പ്രവർത്തകരും ഇന്നത്തെ മാധ്യമ പ്രവർത്തകരും എവിടെ പോയി ഒളിച്ചാലും അവിടുന്ന് പൊക്കിക്കൊണ്ടുവരാൻ കഴിവുള്ള ആളുകളാണ്. അങ്ങനെ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ വിവേകാനന്ദനെ അവർ കണ്ടെത്തി. അദ്ദേഹം ഭാരതത്തിലെ ഒരു കുഗ്രാമത്തിൽ ഒരു കുടിലിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തി
അവർ ചോദിച്ചൊരു ചോദ്യം, അങ്ങ് ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും പോയി സഞ്ചരിച്ചതിന് ശേഷം ഇത്രയും ചെറിയ ഒരു കുടിലിൽ വന്ന് ഇരിക്കുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അദ്ദേഹം മറുപടി പറഞ്ഞു, ഇതാണ് ഐ ആം പ്രിപ്പയറിംഗ് ഫോർ മൈ ഡെത്ത് എന്ന്. എൻ്റെ മരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുവാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ അടുത്ത സമയങ്ങളിൽ ഏറെ വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ് മാർഗരറ്റ് മാഗ്നം എഴുതിയ ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നൊരു പുസ്തകം. നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു കാണും. അതിനെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ട് കാണും. ഡെത്ത് ക്ലീനിങ് എന്നാണ്. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്ന് ഇരുന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ വീടുകളിൽ നാളിതുവരെ ഉപയോഗിക്കാത്ത എത്രയോ ഉപകരണങ്ങളുണ്ട്. പാത്രങ്ങൾ, നല്ല സ്റ്റീൽ നല്ല കളിമൺ പാത്രങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അലമാരിയെ വെച്ചിരിക്കുക. ആരെങ്കിലും ചോദിക്കാം, മമ്മി ഇതെന്തിനു വേണ്ടിയാ? ഇതല്ല നമുക്ക് വല്ലതും തന്നൂടെ? ഇതെന്തിനു? അത് ഫ്രാൻസിസ് തിരുമേനി വരുമ്പം കൊടുക്കാൻ വെച്ചേക്കുന്ന പ്ലേറ്റാണ്. തിരുമേനിയോട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുമില്ല. ഈ പ്ലേറ്റിലോട്ട് ഇതുവരെ നിങ്ങൾ ഒന്നും വിളമ്പിയിട്ടുമില്ല. പ്ലേറ്റ് ആർക്ക് വേണ്ടിയോ കാത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സ്ത്രീകളെ ഒരു ഭാഗത്തോട്ട് നോക്കി പറയുകയാണ്, നിങ്ങളുടെയൊക്കെ വീടുകളിലെ അലമാരകളിൽ ഇതുവരെയും ഉടുക്കാത്ത സാരികൾ എത്ര എണ്ണമുണ്ട്? പണ്ട് ആരോ പറയുകയുണ്ട, ഒരു അമ്മാമ്മ അലമാരി തുറന്നപ്പോൾ മുൾ തട്ടിലെ സാരി വീണ് പെടലി ഉടുക്കിയെന്ന്. കാരണം അത്രമാത്രം ഇടിഞ്ഞു വീണു എന്നതാണ്. അപകടപ്പെട്ടു പോകാനുണ്ട്. എത്രയോ നാളുകൾ കൊണ്ട് ഉടുക്കാത്തത്, ഒരു പ്രാവശ്യം ഉപയോഗിച്ചതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ആർക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടുപകരണങ്ങൾ എന്താണ്? അതുകൊണ്ട് മാഗ്നം മാർഗരറ്റ് അവർ പറയുകയാണ്, മരണത്തിന് മുമ്പ് ചിലതൊക്കെ ക്ലീൻ ചെയ്യണം. മരണത്തിന് മുമ്പ് പലതും ക്ലീൻ ചെയ്യണം. ഇതൊക്കെ പോട്ടെ, ഇതിനി എനിക്ക് വേണ്ട, മറ്റത് വേണ്ട, പലതും ഒഴിവാക്കണം. നമ്മുടെ മനുഷ്യ ജീവിതം പോലും നമ്മുടെ ഉള്ളിൽ ഇനിയും മരണത്തിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാത്തിനും കൗൺസിലിംഗ് ഉണ്ട്, സകലത്തിനും കൗൺസിലിംഗ്. നേഴ്സറി സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ ചെറുക്കനെ കൗൺസിലിങ്ങിന് അപ്പനെ അമ്മയും വിളിച്ചിരിക്കുക. എന്തിനാണ്? കൗൺസിലിങ്ങിന്. നേഴ്സറി സ്കൂളിൽ അഡ്മിഷന് അപ്പനെ അമ്മയും കൗൺസിലിങ്ങിന്. MBBS അഡ്മിഷൻ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, പോരാ. ഞാനിത് തമാശയല്ല പറയുന്നത്. കൗൺസിലിംഗ് എല്ലാത്തിനുമുണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു കൗൺസിലിംഗ്, അത് കഴിഞ്ഞൊരു കൗൺസിലിംഗ്, അത് കഴിഞ്ഞ് പിരിയാൻ പോകുമ്പോൾ ഒരു കൗൺസിലിംഗ്, പിരിഞ്ഞ് കഴിഞ്ഞൊരു കൗൺസിലിംഗ്. ഇങ്ങനെ കൗൺസിലിങ്ങിൻ്റെ കാലഘട്ടമാണ്. ഒരെണ്ണം ഗുണപ്പെടുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നാലും ശരി, ആ ജോലി അഭംഗുരം തുടരുകയാണ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, പ്രിയപ്പെട്ട തിരുമേനിയോട് ഞാൻ പറയുക, തിരുമേനി അടുത്ത വർഷം ഈ ഭദ്രാസനത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, മരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ് ക്ലാസ് അടുത്ത മാസം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ കൗൺസിലിങ്ങിന് പോകും? മരിക്കാൻ പോകുന്നവർക്ക് വേണ്ടി ഒരു കൗൺസിലിംഗ്. വി ഹാവ് ടു പ്രിപ്പയർ ഫോർ അവർ ഡെത്ത്. മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങും? സാരി വാങ്ങിച്ചു വെക്കുകയാണോ? അല്ലെങ്കിൽ മരണത്തിന് വേണ്ടി ഏതെങ്കിലും വസ്ത്രങ്ങൾ നമ്മൾ കരുതി വെക്കുകയാണോ? അല്ല, മരണത്തിനും നമ്മൾ ഒരുങ്ങണം. വി നീഡ് ടു ക്ലീൻ ഫോർ അവർ ഫ്യൂച്ചർ ഡെത്ത് ഓർ അവർ ഇമ്മിനന്റ് ഡെത്ത്. എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ദേവാലയത്തിൽ, അദ്ദേഹം അന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആണ്. അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഇതുപോലെ പുൾപിറ്റിൽ നിന്നുകൊണ്ട്. അദ്ദേഹം മരണത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗം അതിൻ്റെ ഏതാണ്ട് ഒരു തീരേണ്ട സമയം അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുന്നു. പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ആ സ്റ്റേജിൽ പുൾപിറ്റിന്റെ കീഴിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ആളുകൾ ഓടിക്കയറി അദ്ദേഹത്തെ താങ്ങി നിർത്തി. പക്ഷേ അദ്ദേഹം കടന്നുപോയി. അദ്ദേഹം പ്രസംഗിച്ച 40 മിനിറ്റ് പ്രസംഗം മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു. എന്താ? മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് എങ്ങനെ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശു കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ഉച്ച കഴിഞ്ഞ സമയം ഒരു നല്ല സമയം അല്ലെങ്കിൽ പോലും ഇതാണ് പറ്റിയ സമയം ധ്യാനിക്കാൻ. അവന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഏത് തരത്തിലുള്ള ഒരുക്കമാണ് നമുക്ക് ആവശ്യം? കല്യാണത്തിന് പോകാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരുക്കമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഒന്നാന്തരം ഉപമ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, കല്യാണ വിരുന്നിന്റെ ഉപമ. കല്യാണ വിരുന്നിന്റെ ഉപമയിൽ യേശു കർത്താവ് പറഞ്ഞു, എല്ലാവരും
കല്യാണ വസ്ത്രം ധരിച്ചകത്ത് കയറി. പക്ഷേ ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെയോ അകത്ത് കയറാതെ ആരായിരിക്കാം? നിങ്ങൾ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചാൽ മതി. എവിടെയും കയറി കയറുന്ന ഒരു കൂട്ടരുണ്ട്. ഇവൻ എങ്ങനെ ഇതിനകത്ത് കയറിയിടാന്നുള്ളത് നമ്മൾ പോലും അറിയത്തില്ല. യുദ്ധത്തിലേക്കൂടെങ്കിലും അവൻ അകത്ത് കാണും. ഈ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് തിരുമേനിയെ ചിലപ്പോൾ നടുക്ക് കാണത്തില്ല, പക്ഷെ തിരുമേനി പുറയിലായിപ്പോവും. ചില മഹാന്മാർ അതിന് മുമ്പിൽ ഇവൻ എവിടുന്ന് കയറി വന്നു എന്നറിയത്തില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ചില അതിമിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇനി നിങ്ങൾ സൂക്ഷിച്ചോണം. പത്രത്തിൽ വരുമ്പം മുഖ്യ അതിഥിയെ കാണത്തില്ല. അതിനേക്കാൾ അതിലേതെങ്കിലും ഒരുത്തൻ അവിടെ കാണുന്ന ആ സമയമായപ്പോൾ നേരത്തെ ക്യാമറക്കാരനോട്, സഹോദര നേരത്തെ ഞാനിവിടെ കാണും, എന്നെ നോക്കി പിടിച്ചോണം. തിരുമേനി വലിയ കുഴപ്പമില്ല, തിരുമേനിയുടെ മിക്കവാറും പടം വരുന്നതാണ്. എൻ്റെ പടം മലയാള മനോരമ പത്രത്തിൻ്റെ 12-ാം പേജിൽ എന്തെങ്കിലും വരുന്നെങ്കിലേ ഉള്ളൂ. അതിനു മുമ്പേ ജീവനോടൊരു പടം പത്രത്തിൽ വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അല്ലേ? അങ്ങനെ ഒരു പടം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ, അല്ലേ? കല്യാണ വിരുന്നിൽ ഒരുത്തൻ കയറിയിരിക്കുക. യജമാനൻ വിളിച്ചവൻ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു നോക്കിയപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരുത്തൻ അവിടെ ഇരിക്കുന്നു. അവനോട് ചോദിച്ചു, അവനെ വിളിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. അവനെ വിളിച്ചിട്ടില്ല കല്യാണത്തിന്. ഒരു പക്ഷേ വിളിച്ചില്ലേലും പോകേണ്ട ഒരു ഉത്തരവാദിത്വം അവനുണ്ട് എന്നതുകൊണ്ട് അവൻ അതിനുള്ളിൽ കയറിയിരുന്നു. അവൻ ചോദിക്കും, അവനോട് ഈ വീട്ടുടയവൻ ചോദിച്ചു, സ്നേഹിത എന്നാ വിളിക്കുന്നത്. അല്ലാതെ ഇന്നൊക്കെ ആയിരുന്നേ അവനെ പൊക്കി അങ്ങ് അവനെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ നല്ല കൊട്ടേഷൻ സംഘമൊക്കെ ഇന്ന് ഈ കല്യാണം നടത്തുന്നവർ വരെ ഒരുക്കി വെക്കും. ഏതായിരുന്നാലും ഇവനോട് ചോദിച്ചപ്പോൾ അവന് ഉത്തരം മുട്ടിപ്പോയി എന്നാ പറഞ്ഞത്. എങ്ങനെ ഇതിനകത്ത് കയറിയെന്ന്. അവസാനം അവനെ ഏറ്റവും ഇരുട്ടത്തെ ഉള്ള സ്ഥലത്തേക്ക് മാറ്റിയെന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? എല്ലാം ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എന്നോർക്കണം. ഒരു മണിക്കൂർ, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരത്തെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഒരു മണവാട്ടി ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഒരു മണവാളൻ ഒരുങ്ങുന്നത് എത്ര നാളത്തെ ഒരുക്കമാ? കല്യാണം കഴിഞ്ഞ് പിരിയാൻ ഇത്ര ഒരുക്കമില്ല, അല്ലേ? ഈ കല്യാണത്തിന് വരാൻ എന്തോ ഒരു ഒരുക്കമാ. നമ്മളിവിടെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ചു. നിങ്ങൾ ഒരുങ്ങി. പഴയ ആളുകൾക്കൊന്നും ഒരുക്കമൊന്നും ഇല്ലായിരുന്നു. അവർ കയറി ഇഞ്ഞ് പോരുകയായിരുന്നു. കല്യാണത്തിന് വരുമ്പം അവരെ ഇഞ്ഞ് വിളിച്ച് കയറ്റി ഇഞ്ഞ് കൊണ്ടുവരും. അച്ഛൻ പറയും, ഇങ്ങോട്ട് പോരാൻ പറയും, വന്ന് നിൽക്കും, അല്ലേ? അപ്പോൾ കല്യാണത്തിന് വരുന്ന അച്ഛൻ മനോഹരമായി, ഞങ്ങളുടെ സഭയിൽ ഒരിക്കൽ ഒരച്ഛൻ ഇങ്ങനെ മനോഹരമായി ഇങ്ങനെ ഈ ഗീതം പാടുകയാണ്. ജാതിയിൻ പുത്രി നീയേ സുന്ദരി ബഹുസുന്ദരി. ഈ ചെറുക്കൻ അച്ഛനെ നോക്കിയിട്ട് പുറത്തു കളിയാക്കാതച്ചു, അത്ര സുന്ദരിയൊന്നും അല്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കിട്ടിയത്. അവൻ്റെ ആയുസ്സിൽ ഒരു നല്ല കല്യാണം കണ്ടിട്ടില്ല. പിന്നെ അവൻ വിചാരിച്ചു ജാതിയിൻ പുത്രി നീയേ സുന്ദരി എന്ന് അച്ഛൻ ആ പെണ്ണിനെ നോക്കിയാ പറയുന്നത്, അല്ലേ? കാരണം ഈ നമ്മുടെ ലിറ്റർജിക്കൽ സോങ്ങിൻ്റെ അർത്ഥം പോലും പലർക്കും അറിയുന്നില്ല. ഇതെന്താണെന്ന് പോലും അറിയുന്നില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് 10-35 വർഷം കഴിഞ്ഞപ്പോൾ ആ നടത്തിയ അച്ഛൻ ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടുമുട്ടി ഒരിക്കൽ എവിടെയോ വെച്ച്. ചോദിച്ചു, എങ്ങനെയുണ്ട്, സന്തോഷമാണോ അമ്മമ്മേ? അവ പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ, അന്ന് അച്ഛൻ ചൊല്ലിയല്ലേ, ഏതൻ തോട്ടത്തിനുടയോനേ എന്നെ വേൾക്കുവാൻ വന്നവൻ നീ, ഇളം കാറ്റത്ത് കൊണ്ടുപോകാം ഉല്ലാസം എനിക്കവിടെയുണ്ട്. അങ്ങനെ പാടിയല്ലോ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച്. ഇളങ്കാറ്റത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞല്ലയോ ഈ ഇവൻ്റെ തലയിൽ എന്നെ കെട്ടിവെച്ചത്. ഇളങ്കാറ്റല്ലോ, കൊടുങ്കാറ്റ. അന്ന് മുതലേ കൊടുങ്കാറ്റ. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, പലപ്പോഴും നമ്മൾക്ക് പലതും അറിയില്ല എന്ന ഭാവം കണ്ടാൽ എല്ലാം എനിക്കറിയാം എന്നതാണ്. പലതിൻ്റെ ഒരു ലിറ്റർജിക്കൽ സോങ്ങിൻ്റെ അർത്ഥം പോലും നമുക്കറിയാൻ പാടില്ല എന്നതാണ്. എല്ലാം ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും അത് ചാപ്പാട് കഴിച്ച് അങ്ങ് പോകും. വീട്ടുടെയും വൈകുന്നേരം എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ 10-15 ലക്ഷം രൂപ ഈ ആയുസ് മുഴുവൻ ഉണ്ടാക്കിയത് തീർന്നു. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഒരു നിമിഷത്തിന് വേണ്ടി.
ഈ ലോകത്തിൽ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ജീവിതം. ജീവിതം അങ്ങനെ ജീവിക്കാൻ കൊള്ളാകുന്നതാകുന്ന എപ്പോഴാണ്? ആ ഒരു നിമിഷം ഒരുക്കമുള്ളതായി തീർക്കുമ്പോഴാകുന്ന ജീവിതം ജീവിക്കാൻ കൊള്ളാകുന്നതായി തീരുന്നത്. ആ ദിവസം ഏതാണെന്നറിയാമോ? ആ ദിവസം നമുക്കറിയില്ല. നമ്മൾ അറിയാത്ത ഒരു ദിവസത്തിന് വേണ്ടിയാണ് നാം ഒരുങ്ങുന്നത്. ഞാൻ തിരുമേനിയോട് ചോദിച്ചു, എത്ര സമയം വരെ പ്രസംഗിക്കാമെന്ന്. തിരുമേനി പറഞ്ഞു, അച്ഛൻ ഇത് തീരുന്ന വരെ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മുഖം നോക്കുകയായിരുന്നു. അത് തിരുമേനി ഒരു ഫ്രീ ലൈസൻസ് കൊടുത്തതാണല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് സമയമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വിദേശ രാജ്യത്ത് ഒരു ക്രിസ്മസിന് അവരെന്നെ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ അവിടെ ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ അവരെനിക്കൊരു ഗിഫ്റ്റ് തന്നു. ഇച്ചിരി പൊതിയാണ്. ആ രാജ്യത്തെ ഒരു സംവിധാനം അനുസരിച്ച് അത് അപ്പം തന്നെ പൊട്ടിച്ച് നോക്കും. ഞാനും അതുപോലെ അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒരു ടൈം പീസാണ്. എനിക്ക് മനസ്സിലായി, മേലാൽ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇതുകൂടെ കൊണ്ടുപോയിക്കോണം എന്നാണ് അതിൻ്റെ അർത്ഥം. സമയവും കൂടെ നോക്കി വേണമല്ലോ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തുടങ്ങിയത്, കാലങ്ങളെയും സമയത്തെയും നിരീക്ഷിക്കുവാൻ കഴിയുന്നവനാണ് ദൈവമക്കൾ. അത് നിങ്ങളുടെ സമയം മാത്രമല്ല, ദൈവത്തിൻ്റെ സമയം. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ട് തുടരുകയാണ്. ജീവിതം അങ്ങനെ ജീവിക്കാൻ കൊള്ളാവുന്നതായി മാറുന്നത് ഒരുക്കമുള്ളവർക്ക് മാത്രമാണ്. കുറച്ചു നാളോടൊക്കെ ജീവിക്കണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാകുന്നു. എത്രയോ ചെറുപ്പക്കാർ ഈ അടുത്ത ദിവസങ്ങളിൽ ജയിലറകളിലേക്ക് പോയി. ജീവിക്കുവാൻ വേണ്ടി ഒരുത്തനെ പ്രേമിച്ചു. മറ്റൊരാൾ വന്നപ്പോൾ അവനെ ഒഴിവാക്കണം, കഷായം കൊടുത്ത്. നടുവേദനയ്ക്കോ ഇതിനൊക്കെ കൊടുക്കുന്ന കഷായം കൊടുത്ത് ആൾ ഔട്ട്. ഇപ്പോൾ എവിടെ കിടക്കുക? ജയിലിൽ. ഇത് ലൈവ് ആയതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ സമൂഹത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഇന്നലത്തെ മലയാള മനോരമ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, വായിച്ചില്ലെങ്കിൽ നിങ്ങളിന്ന് പോയി അതൊന്ന് വായിക്കണം. അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ മനോഹരമായ ഒരു ലേഖനമുണ്ട്. ലോങ് കോവിഡ് കൂട്ടുപ്രതിയോ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഈ കോവിഡിന് ശേഷം കേരളത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പലയിടങ്ങളിലും അക്രമവാസന, കൊലപാതകം, ആത്മഹത്യ, അരാജകത്വം, കൊള്ള, അതുപോലെ തന്നെ എന്തെല്ലാം അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. അമേരിക്കയിലെ മലയാളിയായ അമേരിക്കൻ സിറ്റിസനായ ഡോക്ടർ MV പിള്ള മനോഹരമായി ഈ പ്രതിഭാസത്തെ അദ്ദേഹം ശാസ്ത്രീയമായി വിലയിരുത്തുവാൻ കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയോട് അപേക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ക്രൂരമായ കൊലപാതകം ചെയ്യുന്ന അവന് കോവിഡിന് മുമ്പ് ഇത്രയും ക്രൂരത കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ചില രോഗങ്ങൾ തുടരുകയാണ്. അതിന് അദ്ദേഹം കൊടുത്ത ടൈറ്റിലാണ് ലോങ് കോവിഡ് എന്നാണ്. ഇപ്പോഴും കോവിഡ് നിലനിൽക്കുന്നുണ്ട്. ഡിപ്രഷൻ ഉണ്ടാകുന്നു, മനുഷ്യരിലുണ്ടാകുന്ന ഡിപ്രഷൻ. ലോങ് കോവിഡിന്റെ ലക്ഷണങ്ങൾ വിട്ടുമാറാത്ത ക്ഷീണം. അദ്ദേഹം തന്നെ, അത് ഡോക്ടറാണ്, പറഞ്ഞിരിക്കുകയാണ്. ശരീരവേദന, ചിന്താക്കുഴപ്പം, അതിന് പറഞ്ഞിരിക്കും ഇംഗ്ലീഷിൽ അതിന് ബ്രെയിൻ ഫോഗ് എന്നാ പറയുന്നത്. ചിന്താക്കുഴപ്പം, ബ്രെയിൻ ഫോഗ്. ഒത്തിരി ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പം ബ്രെയിൻ ഫോഗിങ്. അവൻ്റെ തലയ്ക്കകത്ത് എന്താ നടക്കുന്നതെന്ന് അവന് ഒരു പിടിയില്ല. എല്ലാം ചിന്താക്കുഴപ്പമാണ്. അതുകൊണ്ടാണ് ചാടിപ്പിടിച്ച് പള്ളി കയറി കുർബാന നടത്തുന്ന അച്ഛൻ്റെ കുർബാന ടേബിള് അടിച്ചു തെറിപ്പിക്കുവാൻ ധൈര്യം കാണിക്കുന്ന വിശ്വാസി ഈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഒരു മെത്രാന്റെ കഴുത്തിന് പിടിച്ച് പുറന്തള്ളുന്ന ഒരുത്തരും ഈ നാട്ടിൽ ജനിച്ചിട്ടില്ല. കാരണം ഡോക്ടർ MV പിള്ള പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബ്രെയിൻ ഫോഗ് ബാധിച്ചിരിക്കുന്നു, ചിന്താക്കുഴപ്പം. അത് ഒരു രോഗമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ലക്ഷണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത് പ്രധാന ലക്ഷണങ്ങളായിട്ട് അദ്ദേഹം പറയുകയാണ്. സാധാരണയിൽ ക്ഷീണം കുറച്ചു നേരത്തെ വിശ്രമത്തിനോ വ്യായാമത്തിനോ ശേഷം മാറും. പക്ഷേ രാവിലെ 4 ഇഡ്ഡലി കഴിഞ്ഞേച്ച് രാവിലെ നടപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് 3-4 ഇഡ്ഡലി അടിക്കും. പിന്നെ കയറി ഒരു കിടപ്പ്, ക്ഷീണം. ഉറക്കം കഴിയുമ്പോൾ എഴുന്നേറ്റ് പറയും. ഒരാളോടുത്തും ചോദിച്ചു, ഇത്രയും ഉറങ്ങിയ ക്ഷീണം ഉണ്ടാകത്തില്ലയോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അന്നേരം ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ക്ഷീണം വരുന്നവൻ, ഉറക്കം കൂടുന്നവനെ ക്ഷീണം മാറ്റാൻ റെസ്റ്റ് എടുക്കുക. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഇതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ലോങ് കോവിഡ്. അത് നമ്മുടെ ആഗോളതലത്തിൽ ബാധിച്ചിരിക്കുന്നു. ലോകത്ത് കോവിഡ് കാലഘട്ടത്തിൽ ലോക്ക്ഡൗൺ ഇല്ലാത്ത ഒരേ ഒരു രാജ്യമുണ്ടായിരുന്നുള്ളൂ, അത് സ്വീഡനാണ്. സ്വീഡന്റെ തൊട്ടടുത്തുള്ള നെതർലൻഡിൽ അവരടച്ചിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വീഡനിൽ ഈ പറഞ്ഞ പ്രശ്നം അതിരൂക്ഷമാണ്. ഞാനിത് പറയാൻ ശ്രമിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ശാസ്ത്രീയമായ പഠനം ഈ മേഖലയിൽ ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ജീവിതത്തെ ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി തീർക്കുന്നതിന് ഒരുക്കമുള്ളവർക്ക് മാത്രമേ. എനിക്ക് കുറച്ചുകൂടെ അനുഗ്രഹകരമായി ജീവിക്കണം, ആ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നാക്കി തീർക്കുന്നതായിട്ടുള്ള വിചാരമാണ്. അല്ല എങ്കിൽ നോക്കിക്കേ, അതുകൊണ്ട് മരണമാണ് മരണം ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരുത്തനെ ഒരുങ്ങുവാൻ അനിവാര്യമാക്കുന്നു. മരണമില്ലായിരുന്നെങ്കിൽ ഈ ഒരുക്കം സംഭവിക്കില്ല. മരണത്തിൽ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ലോകത്തിൽ ഒരുക്കത്തെക്കുറിച്ച് യേശു വാചാലമാകുകയാണ്. ബൈബിളിൽ സുവിശേഷത്തിലുടനീളം യേശു പറയാൻ, നിങ്ങൾ തയ്യാറായി നിൽക്കണം, തയ്യാറായി നിൽക്കുക എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന് ഇവിടെ പറയുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കാം. ഉണർന്നിരുന്നാൽ പോരാ, പിന്നെ എങ്ങനെ ഇരിക്കണം? സുബോധമായിരിക്കുക. എന്താ ഈ സുബോധം? ബോധമുള്ളവരായിരിക്കണം. ഉണർന്നിരുന്നാൽ പോരാ. ചിലവരെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാകുന്നുണ്ട് തോന്നും. ഇവിടെ ഇരിപ്പ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മുഴുവൻ ഇതുപോലെ, എന്നിട്ട് അവസാനം ചോദിക്കുകയാണ്, എല്ലാം മനസ്സിലായോ? ആ. എന്തോ മനസ്സിലായി? ആ, ഒന്നും മനസ്സിലായില്ല. എന്നാൽ ഇരിപ്പ് കണ്ടാൽ എല്ലാം മനസ്സിലായതുപോലാണ് ഇരിപ്പ്. പൗലോസ് പറയുകയാണ്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. പൗലോസ് തുടർന്ന് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കേണ്ടത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും എന്ന് തുടങ്ങുകയാണ് പറയുന്നത്. ഒരുങ്ങുമ്പോൾ ഇതെല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം, നല്ല തയ്യാറോടെ വേണം. ഈ അടുത്ത കാലത്ത് ഇതിലൂടെ പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. ഒരു പുള്ളി സമാധിയിരുന്നു, മനസ്സിലായല്ലോ, ആരും ആയിക്കോട്ടെ, അച്ഛന്മാരും ഇനി ആരെങ്കിലുമൊക്കെ പോയി നേരത്തെ കല്ലറയിൽ പോയി കിടക്കുക. ഇപ്പോൾ ഒരു കല്ലറയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞ് വലിയ വിഷമമുള്ള കാലമാണ് അല്ലേ? ഞങ്ങളുടെ സഭയിലൊക്കെ തിരുമേനിമാരും ഒക്കെ ഇരുത്തിയാണ് അടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി ഇരുന്ന് അളവുമൊക്കെ നോക്കി വെക്കുന്നത് നല്ല എത്ര ഹൈറ്റിലാണ് കാണണം. വേറൊരുത്തിന് ഇനി അതിൻ്റെ പുറത്ത് വരുമോ, ഇപ്പുറത്ത് ആരാ കിടക്കുന്നത്, അപ്പുറത്ത് ആരാ കിടക്കുക, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഈ കാലഘട്ടം. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഫോഗ് ബാധിച്ചിരിക്കുക, ചിന്താക്കുഴപ്പമാണ്. അപ്പോൾ ഞാൻ ചത്തു കഴിഞ്ഞാൽ ആരാണ് അടക്കുന്നത്? 92 വയസ്സിൽ നിന്നുള്ളൊരു അമ്മച്ചി ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുക, അത്യാസന്ന നിലയിലാണ്. അപ്പോൾ 18 വയസ്സിൽ എന്നൊരു ചെറുക്കനെ ആണ് നോക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഡോക്ടർ രാവിലെ സന്ദർശിച്ചപ്പോൾ അമ്മച്ചിയോട് എന്തോ എന്ന് വല്ലാത്ത സങ്കടം, മുഖത്തൊക്കെ ഒരു ഭാവം. എൻ്റെ പൊന്ന് ഡോക്ടറെ, ഇവൻ്റെ കാലം കഴിഞ്ഞ് എന്നെ ആര് നോക്കുമെന്ന് ആകെ ഇന്ന് രാവിലെ ചിന്തിച്ചപ്പോൾ ഒരു വലിയ മനോവിഷമം. ആരുടെ കാലമാ? 18 വയസ്സ് എന്നവൻ്റെ കാലം കഴിഞ്ഞാൽ 92 വയസ്സ് എന്ന അമ്മച്ചിയെ ആര് നോക്കും? ബ്രെയിൻ ഫോഗ് അല്ലേ, ചിന്താക്കുഴപ്പമാണ്. ആകെ കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരീക്ഷണം ആവശ്യമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നു, നമ്മളിത് പഠിക്കേണ്ടതാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 13 പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങളുടെ മനസാക്ഷി ഉറപ്പിച്ച് നിർമ്മതരായി
യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഇതെല്ലാം ഒരുക്കത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ തയ്യാറായി നിൽക്കണം ഏത് സമയത്തും. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരാളിനോട് ചോദിച്ചു, പുള്ളി രാത്രിയിലേ ഷേവ് ചെയ്യുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തിനാ ചാ രാത്രി ഷേവ് ചെയ്യുന്നത്? രാത്രിയിൽ എന്താണ് തട്ടിപ്പോയാ നേരം വെളുക്കുമ്പോൾ ഒരു ജോലി കുറഞ്ഞിരിക്കുമല്ലോ. കാര്യം എന്താ? എന്നെ എടുത്ത് ഉമാര് മോർച്ചറി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഷേവിങ് എന്നുള്ള ഒരു പരിപാടി ഏതായാലും മാറിക്കിട്ടും. അതുകൊണ്ട് രാത്രി പുള്ളി ഷേവ് ചെയ്ത് നല്ല കുട്ടപ്പനായി പൗഡറൊക്കെ ഇട്ടാ രാത്രി കിടക്കുന്നത് അല്ലേ. ഇതൊന്നും കേട്ടിട്ട് പോയി നിങ്ങൾ ഇന്ന് രാത്രി മുതൽ പരിപാടി ചെയ്യാൻ തുടങ്ങിയാൽ വീട്ടുകാരിയാക്കി ഈ പുള്ളിക്ക് അച്ഛൻ പറഞ്ഞ ബ്രെയിൻ ഫോഗ് അടിച്ചോ എന്ന് തോന്നിപ്പോകും, ചിന്താക്കുഴപ്പമായോ എന്ന് തോന്നിപ്പോകും. ഇതൊക്കെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. പത്രോസ് 1:13 ഞാൻ ഈ വായിച്ചത്. വെളിപാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ടിപ്പ് ടോപ്പിലിരിക്കണമെന്നാണ്. നമ്മള് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന പോലെ വരുന്ന സമയത്തെ സോക്സ് ഒരെണ്ണം ദൂരെ, ഇടത്തേക്കാലിലെ സോക്സ് അപ്പുറത്ത്, ചെരുപ്പൊരിടത്ത്, ബാഗ് വേറൊരിടത്ത്, നിക്കറ് വേറൊരിടത്ത്, അതിൻ്റെ അടിയിൽ വസ്ത്രം ഉണ്ടെങ്കിൽ അത് വേറൊരിടത്ത്, ഇങ്ങനെ പലതും പലയിടത്തായിട്ട് അവനൊരു വരവുണ്ട് അല്ലേ. അങ്ങനെ ആകരുത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ഉടുപ്പുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ടൈയും ടോപ്പും സൂട്ടും ഒക്കെ ഇട്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നീ എപ്പോഴും ഒരുക്കമുള്ളവനായിരിക്കണം. എൻ്റെ കർത്താവ് ഏത് സമയത്ത് വന്നാലും അവനെ സ്വീകരിക്കുവാൻ തക്കതുപോലെ ഒരുക്കമുള്ളവനായിരിക്കണം. ഒരു പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ. നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി കർത്താവ് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളിയാൽ അവനോടൊപ്പം ചേരുവാൻ ഞാനും ഒരുങ്ങിയിരിക്കുന്നു. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ പറയണം. കർത്താവേ ഹല്ലേലൂയ, ആമേൻ, നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും പറയുവാൻ കഴിയുന്നവന്റെ പേരാണ് വിശ്വാസി. ക്രിസ്ത്യാനി എന്നല്ല, വിശ്വാസി, പ്രത്യാശയുള്ളവൻ, ഒരുങ്ങിയിരിക്കുന്നവൻ. ഞാൻ മുൻപോട്ട് പോകട്ടെ, വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരുക്കത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. കർത്താവ് രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്, നീ ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അരമുറുക്കലാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അരമുറുക്കലാണ്. നമ്മുടെ പഴയ കാലത്തൊക്കെ കല്യാണത്തിന് കാരണവര് ഇന്നത്തെ പോലെ കേറ്ററിംഗുകാർക്ക് കൊടുക്കുകയല്ല. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിവാഹത്തിനൊക്കെ കാരണവർ 2 കെട്ട് കെട്ടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഒരു കെട്ട് അവൻ ഇടയ്ക്ക് അതൊരു തോർത്ത് എടുത്ത് ഇടയ്ക്കൊരു കെട്ട് കെട്ടും, ആ കലവറ നിൽക്കുന്നവനാണ്. രണ്ടാമതൊരു കെട്ടുണ്ട്, അത് തോർത്തെടുത്ത് തലയ്ക്കൊരു കെട്ട് കെട്ടും. കെട്ടിക്കഴിഞ്ഞാൽ റെഡി എന്നാണ്. ഞങ്ങൾ അച്ഛന്മാരുടെ അരയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അരയിലെ കെട്ട് മാത്രമേ നോക്കാവൂ. ആ കെട്ട്, ഒരു കെട്ടുണ്ട്, എല്ലാ അച്ഛന്മാർക്കും ഓരോ കെട്ടുണ്ട്, ഒരു ബെൽറ്റുണ്ട്, അവർ കെട്ട് റെഡിയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത്യാവശ്യം ഇടവേഗവും വരുമ്പോൾ ആയുധങ്ങൾ കിട്ടാതെ വന്ന ഊരി അടിക്കാനുള്ളതല്ല ഇത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കെട്ട് എന്തിനാന്ന് ചോദിച്ചാൽ റെഡി ടു സെർവ്, ഡയക്കോണിയ, ശുശ്രൂഷയ്ക്കായി ഞാൻ ഒരുങ്ങിയിരിക്കുന്ന തയ്യാർ. എൻ്റെ ആദ്യത്തെ ശുശ്രൂഷ, എൻ്റെ നിയോഗം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം എന്ന സ്ഥലത്തായിരുന്നു. അന്ന് ഞാനൊരു ഗ്രാമത്തിലെ ശുശ്രൂഷയ്ക്കായി പോയി. ഇതുപോലെ ഒരു അച്ഛൻ്റെ കൂടെ ഒരു ചരടൊക്കെ കെട്ടിയാണ്. അന്ന് എനിക്ക് ഇത്രയും വയറൊന്നുമില്ല, ഒരുമാതിരി ഒട്ടിയ വയറാണ്. അതുകൊണ്ട് ഇത് കെട്ടിയാൽ തന്നെ ചില തവളയുടെ പള്ളയ്ക്ക് ചരടിട്ട് കെട്ടിയ പോലുള്ള പരുവത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ ചെന്ന ഗ്രാമത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചുറ്റും കുറേ പിള്ളേർ കൂടിയിരിക്കുന്നു. ഒരുത്തൻ പറയാണ്, ആള് ബ്ലാക്ക് ബെൽറ്റ് ആടാ, മാറി എന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, അവന് കുറഞ്ഞ പക്ഷം എൻ്റെ ബെൽറ്റ് കണ്ടിട്ട് ഒരു പേടിയുണ്ടായി, ഇവൻ ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്ന്. അച്ഛന്മാരൊന്നും ബ്ലാക്ക് ബെൽറ്റ് ഒന്നും അല്ല.
അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചു, അച്ഛൻ്റെ ഈ അടുത്ത സമയത്ത് ഒരു കൊച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഫാദറിനിത് എങ്ങനെ ഈ റെഡ് ബെൽറ്റ് കിട്ടി? എനിക്ക് തന്നെ അറിയത്തില്ല ഇതെങ്ങനെയാണ് കിട്ടിയെന്ന്. ഇത് എൻ്റെ മെത്രാപ്പോലിത്ത ഇത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു, ഞാനിത് കെട്ടി. അപ്പോൾ അതിനകത്ത് വികാരി ജനറൽ എന്ന് പറയുന്ന സ്ഥാനമുണ്ട്. മാർത്തോമാ സഭയിലെ വികാരിമാർ, വിവാഹം ഇതരായിട്ടുള്ള വൈദികർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ നൽകുന്ന ഒരു പൊസിഷനാണ്. അല്ലാതെ ഇത് ബിഷപ്പ്, എന്നെ ചിലപ്പോൾ ഇത് കെട്ട് കാണുമ്പോൾ ചില ബിഷപ്പ് എന്നൊക്കെ വിളിക്കാറ്. അന്ന് ഞാൻ ചാടക്കൊക്കെ നടക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിളി എനിക്കും കിട്ടിയല്ലോ. ഏതായാലും ഞങ്ങളുടെ സഭയിൽ ഈ വിവാഹം കഴിഞ്ഞവർക്ക് ഈ ബിഷപ്പ് സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ അങ്ങനെ ആരും വിളിക്കാറില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു, റൈറ്റ് റവറൻ ഡോക്ടർ KY ജേക്കബ്. ഞാൻ ആകെ കൂടി ഒന്ന് ഞെട്ടി. അത് ഒരു മാർത്തോമാ പള്ളി വെച്ചായതുകൊണ്ട് അവരെല്ലാവരും എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ ഇച്ചിരി തലയൊക്കെ പൊക്കി പിടിച്ചിരുന്നു. അങ്ങനെ ആകണ്ടാണ്, റൈറ്റ് ഇല്ലെങ്കിൽ ലെഫ്റ്റ് എങ്കിലും ആയിട്ടുണ്ട് ഞാൻ എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾ ഓർക്കണം, ഉണർവോട് കൂടി ഇരിക്കണം. അരമുറുക്കലാണ്. റെഡിയാണ് ഞാൻ, എൻ്റെ കർത്താവ് വരാൻ, അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അവന് ശുശ്രൂഷ പൂർണ്ണമാക്കുവാൻ എൻ്റെ അരമുറുക്കി നിൽക്കുകയാണ്. യജമാനനെ സേവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കെട്ടാണ് ഈ അരമുറുക്കൽ. ഞാൻ റെഡി ടു സെർവ് ഫോർ ദ ഗുഡ് ഓഫ് ദ സൊസൈറ്റി, ഫോർ ദ പീപ്പിൾ, ഗോഡ്സ് പീപ്പിൾ. ഐ ആം റെഡി ടു സെർവ് ദ പീപ്പിൾ ഓഫ് ദ കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്. അതിനാണ് വന്ദ്യനായ തിരുമേനി പട്ടംകുട ശുശ്രൂഷയിൽ ഈ വസ്ത്രങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഈ വൈദികൻ നൽകുകയാണ്. ഈ വസ്ത്രം ധരിച്ചു വേണം നീ എപ്പോഴും നടക്കാൻ. ചില അച്ഛന്മാരെ ചിലപ്പം ഈ പുള്ളിക്ക് കൊടുത്ത തുണി എവിടെ പോയെന്ന് അറിയത്തില്ല, അല്ലേ, ഗതിലേക്കൂടെ പോകാമെന്നറിയത്തില്ല. കാരണം ഇതെല്ലാം ഊരിയേച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർമുടയൊക്കെ ഇട്ട് ചിലപ്പോൾ ആള് പള്ളിയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ചോദിക്കും, അത് തിരുമേനി പറഞ്ഞാൽ ഞാൻ കൊടുത്ത അല്ലല്ലോ ഇപ്പം പുള്ളി ഇടുന്നത്, അല്ലേ, ഇത് ഊരാൻ പോലും പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഇതങ്ങ് ഒട്ടിച്ചേരണം. അതിൻ്റെ അർത്ഥം എപ്പോഴും ഓർക്കണം, എന്നെ വ്യത്യസ്തമായി ശുശ്രൂഷിക്കുക ദൈവം എന്നെ വിളിച്ച് കെട്ടി ഉറപ്പിച്ച് ശുശ്രൂഷിക്കായി ഒരുക്കിയിരിക്കുക. ഇത് അഴിച്ചു കളയരുത്. ഒരു വൈദികനും അവൻ ആരാണ് എന്ന് സമൂഹം അറിയുന്ന വസ്ത്രത്തിന്റെ വ്യത്യസ്തതയിലല്ല, അതിന്റെ നിറത്തിൽ, അതിനപ്പുറമായി അതിന്റെ ലക്ഷ്യത്തിലാണ് എന്നെ ഏതിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നത് അറിയുവാൻ കഴിയണം. ഈ അടുത്ത സമയത്ത് ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് ആവശ്യത്തിന് അടി കിട്ടി. കാരണം പുള്ളി ഈ വേഷമില്ലാതെ പോയി കള്ളിഷാപ്പിന് മുമ്പിൽ എങ്ങാണ്ട് പോയി നിന്ന് ആരാണ്ട് എങ്ങാണ്ട് കൈകാര്യം ചെയ്തു. അവർക്കറിയത്തില്ലായിരുന്നു ഇത് സബ് ഇൻസ്പെക്ടറാണെന്ന്. അവർ ശരിക്കിട്ട് പൂശി. പിന്നീട് ആ ആരോ പറഞ്ഞു, എടാ ഇത് നമ്മുടെ ഇന്ന സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ അവിടെ ഇവിടെയെങ്കിലും പോയി തല്ലു വാങ്ങരുതേ. ഇത് ശരീരത്തിൽ നമ്മുടെ ഭാഗമായി ഇത് തീർക്കണം. ഞാനിത് കേൾക്കുന്ന എല്ലാ വൈദികർക്കും, CSI അച്ഛന്മാർക്ക് മാത്രമല്ല എല്ലാ വൈദിക സമൂഹത്തിനുമുള്ള ഒരു 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 അപേക്ഷയായിട്ട് ഇതിനെ കണക്കാക്കുക. ഞാൻ അവസാനിപ്പിക്കാം. അരമുറുക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന് 35-ാമത്തിൽ പറയാണ്, ഒരുക്കം എന്ന് പറയുന്നത് വിളക്ക് തെളിക്കലാണ്. വിളക്ക് തെളിയിക്കുകയാണ്. എന്താണ് വിളക്ക് തെളിയിക്കുക? എണ്ണ വറ്റാത്ത വിളക്കുള്ളവരാണ് നമ്മൾ. ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണല്ലോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. ഓർക്കണം, നമ്മളുടെ വിളക്ക് തെളിയിക്കുക. ഈ വിളക്ക് എവിടെയാ വെച്ചിരിക്കുന്നത്? ഇത് ഉള്ളിലാണ് ഈ വിളക്കിരിക്കുന്നത്. ഇത് ഉള്ളിൽ നിറഞ്ഞ് ജീവിതം മുഴുവൻ വ്യാപിക്കണം. ഈ ഉള്ളിലെ പ്രകാശം കൊണ്ട് വേണം പുറത്തെ ഇരുട്ടിനെ നേരിടാൻ. പെരുമ്പടവം ശ്രീധരൻ എഴുതിയ മനോഹരമായ നോവലുണ്ട്, ഒരു കീർ ആകാശം. അതിൽ ഒരു കഥാപാത്രത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. എൽദോ എന്നാണ് പേര്. ഗുരുവും ശിഷ്യൻ എൽദോയും കൂടെ സംവാദത്തിൽ ഏർപ്പെട്ടു. പാതിരാത്രിയായി, സമയം പോയത് അറിഞ്ഞില്ല. കടുത്ത ഇരുട്ട് പുറത്ത്. ഗുരുപത്നി വന്ന് പറയുകയാണ്, എൽദോയ്ക്ക് വീട്ടിൽ പോകണ്ടേ? അയ്യോ സമയം പോയല്ലോ, പോകണം.
അപ്പോൾ ഗുരുവിനോട് എൽദോ പറയുന്നുണ്ട്, ഗുരു പത്നി പറയുകയാണ്, എൽദോയ്ക്ക് റാന്തൽ വിളക്ക് കത്തിച്ചു കൊടുക്കണം. ഗുരു പറഞ്ഞു വേണ്ട, എൽദോയ്ക്ക് ഈ കൂരിരുട്ടിനെ ഭേദിക്കാൻ കഴിയുന്ന വെളിച്ചം അവന്റെ ഉള്ളിലുണ്ട്. യെസ്, ബാഹ്യലോകത്തിന്റെ അന്ധകാരത്തെ ഭേദിക്കുന്ന ഉൾവെളിച്ചമുള്ളവനാണ് ക്രിസ്ത്യാനികൾ, വിശ്വാസി. ആ വിളക്കാണ് നിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത്. അത് കിട്ടുപോയാൽ ഈ ഇരുളത്ര ഭയങ്കരമാണ്. ദൈവത്തിന്റെ വചനം അത് ഓർക്കണം. ഈ വിളക്ക് എണ്ണ പകരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുറത്തുള്ളവർ പോയി എണ്ണ വാങ്ങി വിളക്കും തെളിച്ചുകൊണ്ട് വന്നപ്പോൾ അകത്തുള്ളവർ പറയുകയാണ്, ആ വിളക്ക് കൊണ്ട് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിനു മുൻപ് അവരൊരാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ എണ്ണയുള്ളവർ കുറച്ച് ഞങ്ങൾക്കൂടെ തരണം. അപ്പോൾ പറയാണ്, ഈ എണ്ണ പകരാൻ പറ്റുന്നതല്ല. എൻ്റെ ഉള്ളിൽ എൻ്റെ കർത്താവ് തെളിയിച്ചു തന്നിട്ടുള്ള പ്രകാശം, ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ എന്നിൽ കത്തിച്ച് തരുന്നത്, അത് പകർന്നു കൊടുക്കുവാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിന്നുള്ള വെളിച്ചം ഇരുളായാൽ അത് എത്ര ഭീകരമാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരുക്കം വിളക്ക് തെളിക്കലാണ്. അതുകൊണ്ട് ഇത് പകരാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ പരിധിയും സാധ്യതയും പ്രകാശത്തിൽ ആകൃഷ്ടമാകലല്ല, മറിച്ച് പ്രകാശം ആകുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് ലൈറ്റ് ടു ലൈറ്റൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വെളിച്ചം എന്നിലായുമ്പോൾ ഞാൻ തന്നെ വെളിച്ചമായി മാറുകയാണ്. മനുഷ്യരുടെ ഉള്ളിലെ പ്രഭയെ ജ്വലിപ്പിക്കാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് അറിയാമോ? തീയിടാൻ വന്നതാണെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നമ്മൾ വിചാരിച്ചു അവൻ പെട്രോൾ ഒഴിച്ച് നമ്മളൊക്കെ കത്തിക്കാൻ വന്നതാണ്. അല്ല, അങ്ങനെയല്ല. അവൻ പറഞ്ഞത് എങ്ങനെയാ മനുഷ്യനാകുന്ന വിളക്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണയൊഴിച്ച് ക്രിസ്തു ബോധമെന്ന തിരിയിട്ട് ആളിക്കത്തിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു എന്നാണ്. ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു. നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന ജ്വാല. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരുക്കം ഇതാണ്. ഉണർവ് എന്നൊരു പദം കൂടെ പറഞ്ഞല്ലോ, വേഗത്തിൽ നിർത്താം. ഒരുക്കം എന്ന് പറയുന്നത് ഉണർവാണ്. 3-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുവരിക്കുന്നു. ഒരുക്കത്തോടെ കിടക്കുന്നവൻ ഉണരും, അവൻ ഉയർത്തെഴുന്നേൽക്കും. അതാ ഉത്തമഗീതം 5-ാം അധ്യായത്തിൽ, നമ്മൾ അധികം വായിക്കാത്തൊരു പുസ്തകമാണ്, 2-ാമത്തെ വാക്യത്തിൽ പറയാണ്, അതാ എന്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. വെളിപാട് പുസ്തകത്തിലേക്ക് അത് വരുന്നുണ്ട്. എന്റെ വാതിൽ മുട്ടുമ്പോൾ എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. 4 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. പോരായോ? 4 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കും. പഴയ നിയമത്തിൽ ഫറവോനെ കുറിച്ച് പറയുന്നുണ്ട്. ഫറവോൻ നല്ല ഉറക്കമുണ്ട്, നല്ല ഉറക്കം. നമ്മളിപ്പോൾ നല്ല ഉറക്കമുള്ളവർ കാണുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? സ്വപ്നം. നല്ല സ്വപ്നം കാണണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? നല്ല ഉറക്കം വേണം. ഇപ്പം നിങ്ങൾ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? ഈ അച്ഛനെ ആരുടെ അവിടെ വിളിച്ചോണ്ട് വന്നേ, അല്ലേ? ആരെങ്കിലും സ്വപ്നം കണ്ടോന്ന് എനിക്കറിയില്ല. സ്വപ്നം കാണാനുള്ള സമയം കിട്ടി കാണത്തില്ല. നല്ല ഉറക്കമുള്ളവനാണ് സ്വപ്നം. ഫറവോൻ ഉറങ്ങിയവനാ, പക്ഷേ ഉറക്കം കെട്ടവനാണ് ജോസഫ്. അവനാണ് സ്വപ്ന വ്യാഖ്യാനാവ്. മനസ്സിലായല്ലോ? ഉറങ്ങിയവന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് ജോസഫ്. അവൻ ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവനെയാണ് ദർശനമുള്ളവൻ എന്ന് നമ്മൾ പറയുന്നത്. വിഷനും ഡ്രീമും തമ്മിലുള്ള വ്യത്യാസം ഇതാ.
ഡ്രീം എന്ന് പറഞ്ഞാൽ those who are having the sound sleep will have the experience of dream. വിഷൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ ഉറക്കം കെട്ടുപോകുന്നതാണ് ദർശനം. ഈ സഭയെ നയിക്കുവാൻ സഭയുടെ നേതൃത്വത്തിൻ്റെ ഉറക്കം കെടും പലപ്പോഴും. നിങ്ങൾ പ്രിയപ്പെട്ട തിരുമേനിയോട് ചോദിച്ചാൽ പറയും എത്രയോ ദിവസങ്ങൾ ഉറങ്ങാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ജനം, തൻ്റെ സഭ, തൻ്റെ വിഷയങ്ങൾ, ശുശ്രൂഷ സ്ഥാനങ്ങൾ, അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ. രാത്രി എപ്പോഴെങ്കിലും ഉറങ്ങാതെ കിടക്കുമ്പോൾ കൊച്ചമ്മച്ചി എന്താ ഉറക്കം വരുന്നില്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ല, മാർഗമില്ല. Because those who are having the vision will disturb their sound sleep. ഉറങ്ങാൻ കഴിയത്തില്ല. നമ്മൾക്കൊക്കെ അറിയാം, ചില രാത്രികൾക്ക് നമുക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല. അതിന് കാരണം നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ആണ്. അതുകൊണ്ട് യേശു മരണത്തോളം അവൻ ഉണർന്നിരുന്നു എന്നാണ്. തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ഗത്സമനയിലേക്ക് പോകുമ്പോൾ കുറച്ചുപേരോട് പറഞ്ഞു, നിങ്ങൾ 3 പേരും കുറച്ചുപേരും ഇങ്ങോട്ട് മാറി നിന്നത് ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിഷയം കൊടുക്കുന്നവരാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. യേശു ഒരു കല്ലേറ് ദൂരത്തോളം പോയി. അവൻ്റെ ഉറക്കം കെട്ടു, കരഞ്ഞു. അവൻ്റെ വിയർപ്പ് തുള്ളികൾ എന്തായെന്നാ മാറിയ രക്തത്തുള്ളികൾ വിയർപ്പായി മാറി. അവിടെ കരഞ്ഞ് നിലവിളിച്ച്. കാരണം ആ കരച്ചിലും നിലവിളിയും മനുഷ്യൻ കേൾക്കരുത്. നയിക്കുന്നവന്റെ വേദനയും കരച്ചിലും ചങ്കിടിപ്പും സ്വന്തം ജനം അറിയരുതെന്ന് കരുതുന്നവന്റെ പേരാണ് ഇടയൻ. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തോട് മാത്രം കരഞ്ഞു പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ തുടർന്നുള്ള പ്രഭാഷണത്തിൽ പറയുന്നതാണ്. വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക, ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു 22-ാം അധ്യായത്തിൽ. അവന്റെ രക്തകണങ്ങൾ വിയർപ്പ് തുള്ളികളാകുമ്പോൾ ഒരു പ്രാർത്ഥന, ഒറ്റ കാര്യമേ പിതാവിനോട് ചോദിച്ചുള്ളൂ. എന്താ ചോദിച്ചത്? പിതാവേ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണം. വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല, മാറ്റണം. പക്ഷേ ദൈവം ആ പ്രാർത്ഥന കേട്ടോ? നമ്മൾ പറയും കേട്ടില്ലെന്ന്. കേട്ടു. ദൈവത്തിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ച ശക്തീകരിക്കുന്നൊരു വചനോടുണ്ട്. എന്താണെന്നറിയാമോ? അവനെ ശക്തീകരിക്കുവാൻ സ്വർഗം, ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കി. യെസ്, യു ആർ നോട്ട് alone when you pass through struggling for your stress or death. നീ ഒറ്റയ്ക്ക് സഹിക്കുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അവൻ കൽപ്പിച്ചാക്കും. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും നടുവിൽ എൻ്റെ നിലവിളിയുടെ ശബ്ദം എൻ്റെ മക്കളും ഭാര്യയും കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്നവൻ കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവം അവനെ ശക്തീകരിക്കുവാൻ അവനെ ഒരു മാലാഖയെ കൊടുക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത്രയും പ്രതിസന്ധിയുടെ നടുവിൽ ഇയാൾ അത്ര സുസ്മേരവദനായി ജീവിക്കുന്നു. കാരണം അവനെ ശക്തീകരിക്കുവാൻ ഒരു മാലാഖയെ സ്വർഗം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ സായാഹ്ന വേളയിൽ നമ്മൾ ഈ പന്തൽ വിടുമ്പോൾ ഓർക്കണം, ഉണർവോടെ ഒരുങ്ങിയിരിക്കുന്നവന് സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ മാലാഖയെ കൽപ്പിച്ചാക്കുന്നവനാണ്. നിങ്ങളുടെ തീം, ഈ വർഷത്തെ തീം ശക്തിപ്പെടുവിൻ, പോരാടുവിൻ എന്നതാണ്. ഈ ആത്മീയ പോരാട്ടത്തിന് നടുവിൽ നമ്മളെ ശക്തീകരിക്കുന്നത് നമ്മളുടെ കരുത്തോ അറിവോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുവാൻ തന്റെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തരുന്ന അമിതമായിട്ടുള്ള ഒരു കരുത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കരുത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ സഭ നിൽക്കുന്നത്. നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിലല്ല, നമ്മളുടെ ഭരണഘടനയുടെ പിൻബലത്തിലല്ല, നമ്മളുടെ ജനത്തിന്റെ സമ്പത്തിലല്ല, നമ്മളുടെ മനോഹരമായ സംവിധാനങ്ങളിലല്ല. നമ്മളെ ശക്തീകരിക്കുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ബലം, അതിനെയാണ്, ആ ശക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നിയാൽ വീഴാതിരിപ്പാൻ
സൂക്ഷിക്കണം. നമുക്ക് ഈ സായാഹ്നം പിരിയാം. ഒരുക്കത്തോടെ ഉണർവോടെ മടങ്ങണം. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അവൻ വരുമ്പോൾ ഞാൻ അവനോടൊപ്പം കാത്തിരിക്കും. കർത്താവേ, നിന്റെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു എന്ന പ്രത്യാശയോടെ ഓരോ ആരാധനയിലും നമ്മൾ പിരിയുമ്പോൾ അവൻ്റെ വരവെന്ന് എന്ന് നിശ്ചയിക്കുന്ന ഡേറ്റ് കുറിച്ച് കൊടുക്കുന്ന ജോലി എൻ്റെതല്ല, ഒരു സഭാ നേതാക്കന്മാരുടെയുമല്ല. അതെല്ലാം പിതാവിൻ്റെ ഹിതമാണ്. അവൻ്റെ സമയമാകുമ്പോൾ അവൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് നമ്മളെ ചേർക്കുവാൻ അവൻ വരും. അന്ന് ഞാൻ അവനോടൊപ്പം ഉണ്ടാകും എന്ന് പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് നമുക്ക് ഉറക്കെ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. കർത്താവേ, വേഗം വരണമേ.